അന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെ വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇസ്രായേലി സൈന്യം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള പ്രഖ്യാപിച്ചിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേലി സൈന്യം ഏതൊരു കാര്യം ലോകത്തോട് പറയുകയാണെങ്കിലും അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ അത് വീഡിയോ ആയിട്ടോ ഫോട്ടോകളായിട്ടോ മുന്നോട്ട് വെക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്നിട്ടുണ്ട്, വളരെ വ്യക്തതയോടുകൂടി തന്നെ. അതേസമയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ഇറാന് വേണ്ടിയിട്ട് ആനയാണ് കുതിരയാണെന്നൊക്കെ പറഞ്ഞ് തോന്നിയതുപോലെ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇറാൻ പ്രേമികളെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇതൊക്കെ തന്നെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയുക. നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇസ്രായേലി സൈന്യം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചതിനെ കുറിച്ചൊന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തേതാണ് ഇസ്രായേലി സൈന്യം, അതായത് ഇസ്രായേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ഇസ്രായേലി സൈന്യം 2300 കിലോമീറ്റർ അപ്പുറത്തുള്ള മശാൽ വിമാനത്താവളത്തിന്റെ മുകളിലേക്ക് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറന്നുകൊണ്ട് മശാൽ വിമാനത്താവളത്തിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുന്ന ഇറാന്റെ യുദ്ധവിമാനത്തെ ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. സകലരും ശ്രദ്ധിക്കണം. ഇസ്രായേല് മിസൈൽ അയച്ചു ആക്രമിച്ചു എന്നല്ല പറയുന്നത്. മശാൽ വിമാനത്താവളത്തിലേക്ക് അവരുടെ യുദ്ധവിമാനത്തെ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനു മുകളിലെത്തിയിട്ട് ബോംബിട്ട് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ഒരു അവകാശവാദം നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. ടെഹ്റാന്റെ മുകളിലുള്ള വ്യോമപാതയൊക്കെ ഞങ്ങളുടെ കൈവശമാണ്, ഞങ്ങൾ അതൊക്കെ തന്നെ കീഴടക്കിയിരിക്കുന്നു എന്ന് അവര് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ വളരെ വ്യക്തമാണ്, അതൊക്കെ തന്നെ 1000 വട്ടം ശരിയാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ വ്യോമപാത ഏകദേശം ഇസ്രായേൽ കൈവശപ്പെടുത്തി എന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലി സൈന്യം അവര് ഔദ്യോഗികമായിട്ട് തന്നെ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഫോട്ടോ സഹിതം ഒരു വീഡിയോ മുന്നോട്ട് വെച്ചുകൊണ്ട് പറയുന്നു, ഇതാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. അതായത് ഇസ്രായേലി പ്രധാനമന്ത്രി ഇന്ന് രാവിലെ തന്നെ പ്രഖ്യാപിച്ചതാണ്, വളരെ വ്യക്തമായിട്ട് ആയത്തുള്ള അലി ഖൊമൈനിയെ ലക്ഷ്യം വെക്കുക, അതിലൂടെ ഈ സംഘർഷം തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളത്. ഇസ്രായേൽ ഈ ഒരു ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് ലോകത്തോട് പ്രഖ്യാപിച്ചത് ആണവ ആയുധ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. എന്നാൽ ഇസ്രായേൽ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു, ആണവ ആയുധ കേന്ദ്രങ്ങൾ മാത്രം തകർത്താൽ പോരാ, അത് കൃത്യമായിട്ട് ആയത്തുള്ള അലി ഖൊമൈനിയെ തന്നെ ലക്ഷ്യം വെക്കണമെന്ന് അത് കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവും ഉയർത്തിപ്പിടിക്കുന്നു. ആയത്തുള്ള അലി ഖൊമൈനിയെ തീർക്കുക, എന്നാൽ ഈ സംഘർഷം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം എന്നുള്ളത് ഇസ്രായേലി സൈന്യവും ലേറ്റസ്റ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ തുടങ്ങിയിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പറയുന്ന ഇറാന്റെ സൈനിക മേധാവിയെ ഇസ്രായേൽ തീർത്തിട്ടുണ്ടായിരുന്നു. ആ തീർത്തതിന് ശേഷം 4 ദിവസമായിട്ട് മറ്റൊരു സൈനിക മേധാവി മറ്റൊരു വ്യക്തിയെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അലി ഷാത്മാനി എന്ന് പറയുന്ന സൈനിക മേധാവിയെ കൂടെ ഈ ഇസ്രായേൽ തീർത്തിരിക്കുന്നു. ഈ അലി ഷാത്മാനി ആയത്തുള്ള അലി ഖൊമൈനിയുടെ വളരെ വിശ്വസ്തനായിരുന്നു. അങ്ങനെ ഇസ്രായേലിനെ തീർക്കാൻ ഇറാൻ മുന്നോട്ട് വെച്ച രണ്ടാമത്തെ സൈനിക മേധാവിയെ കൂടെ ഇസ്രായേൽ തീർത്ത് പരലോകത്തേക്ക് അയച്ചിരിക്കുന്നു. വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ ഇതൊക്കെ തന്നെ തിരിച്ചറിഞ്ഞോളൂ. മതഭ്രാന്തന്മാരുടെ ഭരണകൂടം
തകർന്നു തരിപ്പണമാവുക എന്നുള്ളത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരു പൗരനും സന്തോഷിക്കാവുന്ന വാർത്ത തന്നെയാണ്. അതിന്റെ ഭാഗമാണ് അവരുടെ സൈനിക മേധാവി കൊല്ലപ്പെട്ടു, അവരെ ഇസ്രായേൽ തീർത്തു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ തന്നെ വളരെയേറെ സന്തോഷിക്കണം. മറ്റൊരു കഴിഞ്ഞ മണിക്കൂറിലെ നാലാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, അതെ, ഈ പറയുന്ന ഇസ്രായേൽ ഇറാനിലേക്ക് മാത്രമാണ് ആക്രമണം നടത്തുന്നത് എന്ന ഇവിടെ കുറെ പ്രമുഖ മാധ്യമങ്ങളും പല ആളുകളും ഇങ്ങനെ നിരന്തരം വിളിച്ചു പറയുന്നത്, ഇറാൻ ഇസ്രായേൽ സംഘർഷം, അതിൽ തന്നെ ഇസ്രായേൽ ഒരു ഭാഗത്തായി എന്നൊക്കെ പലരും വിളിച്ചു പറയുന്നുണ്ട്. യഥാർത്ഥത്തില് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന അതേ സമയത്ത് തന്നെ ഗാസയിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്കറിയാം, 1-2 ആഴ്ചകൾക്ക് മുമ്പ് യഹിയാ സിൻവാറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറിനെ ഇസ്രായേൽ തീർത്തിരുന്നു. ആ മുഹമ്മദ് സിൻവാറിനെ ഒരു തുരങ്കത്തിൽ നിന്നായിരുന്നു പുറത്തൊക്കെ വന്നത്. ആ ഫോട്ടോകളൊക്കെ തന്നെ നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ്. ആ മുഹമ്മദ് സിൻവാറിനെ കണ്ടെത്തിയ ഖാൻ യൂണിസിലെ യൂറോപ്യൻ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ആ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ കോൺക്രീറ്റ് ഒഴിച്ചുകൊണ്ട്, വലിയ രീതിയിൽ ആ തുരങ്കത്തിലേക്ക് കോൺക്രീറ്റ് ഒഴിച്ചുകൊണ്ട് ആ തുരങ്കം അടച്ചു എന്നുള്ളതും ലേറ്റസ്റ്റ് മണിക്കൂറുകളിൽ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്രായേൽ ഒരേ സമയത്ത് ഗാസയെ നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഇറാനെ നോക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ കണ്ണുകൾ എല്ലാ ഭാഗങ്ങളിലും എത്തിപ്പെടുന്നുണ്ട്. ഇവിടെ കിടന്ന് പ്രമുഖ മാധ്യമങ്ങളൊക്കെ പറയുന്നത് പോലെയാണെങ്കിൽ ഇസ്രായേലിനെ തന്നെ നോക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇസ്രായേലാണ് ഈ ഒരു ആക്രമണത്തിലൊക്കെ വലിയ മുന്നേറ്റം നടത്തുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയാം. ഈ പറയുന്ന ഖാൻ യൂണിസിലേക്ക് പോലും ഇസ്രായേലി സൈന്യം വ്യക്തമായിട്ട് നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഹിസ്ബുള്ള അനങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് അനക്കമുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. ഇസ്രായേൽ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത് എന്താണ്? ലോകത്ത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം. ലോകത്തെ പ്രധാനപ്പെട്ട ഭീകര സംഘടനകള് ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ്, ഇത്തരം ഭീകര സംഘടനകളെയൊക്കെ തന്നെ ഒരു മൂലക്ക് ഇരുത്തി ഇതിനെയൊക്കെ തന്നെ പോറ്റി വളർത്തിയ ഇറാന് നേരെയാണ് ഇസ്രായേൽ ഇപ്പോ മുട്ടുന്നത്. ഈ സമയത്ത് കുറെ ആളുകൾ പറയുന്നുണ്ട്, ഇറാൻ ഇത്രത്തോളം ആക്രമണം നടത്തുമെന്നൊന്നും ആരും കരുതിയിരുന്നില്ല എന്നൊക്കെ. അവര് കരുതിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇസ്രായേലിനറിയാം ഇവരെയൊക്കെ തന്നെ, അതായത് ഹിസ്ബുള്ള, ഹൂത്തി പറയുന്ന ഹമാസിനെയൊക്കെ തന്നെ പോറ്റി വളർത്തി അവർക്ക് ആയുധം കൊടുത്ത് അവരെ കൊണ്ട് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് കൃത്യമായിട്ട് ഇസ്രായേലിനറിയാം. അപ്പൊ ഇതിനൊക്കെ തന്നെ വളർത്തിയ ഇറാന്റെ കയ്യിലും ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും ഇസ്രായേലിന് വ്യക്തമായിട്ട് അറിയാം. അതിനനുസരിച്ച് തന്നെയാണ് ഇസ്രായേൽ കാര്യങ്ങൾ നടത്തുന്നത്. ഇസ്രായേല് അതിനനുസരിച്ച് കനത്തിൽ തന്നെ ഇറാന് കൊടുക്കുന്നുമുണ്ട്. ഇറാന്റെ സൈനിക മേധാവിമാർക്ക് പോലും നിലനിൽക്കാൻ പോലും ആവാത്ത ഗതികെട്ട അവസ്ഥയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളെ കാല് പിടിക്കൽ തുടങ്ങി ഏത് വിധേയനെയും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ ഇപ്പോഴും ഒരു ബോധവുമില്ലാത്തത് കേരളത്തിലെ ഇറാൻ പ്രേമികൾക്ക് മാത്ര. സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇറാൻ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങൾ ആ മൗദൂദി ചാനലും സുഡാപ്പി ചാനലുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ ആ വാർത്തകൾ ഒന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല. ഇറാൻ ഗതികെട്ട അവസ്ഥയിലേക്ക് തന്നെയാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും ഇറാൻ മുട്ടുമടക്ക് നിലംപൊത്തി വീഴും എന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.